സ്ഥലം അത്ര സേഫ് അല്ല എന്ന് തോന്നി ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട്. लेकिन मेरा नाम सेबी है, सेबी। ओ देखो हमारा इंस्टाग्राम यूट्यूब पूरा देखो, फॉलो करो। नहीं नहीं उधर उस साइड में है, ओ, साइड वाला बहुत नीचे है। ओके। അപ്പം ഇനി വാഷ്റൂമിലൊക്കെ പോയി നമ്മളൊന്ന് ഫ്രഷായി. ഇനി കുക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. ഉച്ചക്കത്തേനും വല്ലതും കഴിക്കണമെങ്കിൽ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കണം. അപ്പം അതിനുള്ളൊരു സ്ഥലം നോക്കി ഒന്ന് കണ്ടുപിടിക്കാം. തൊട്ടപ്പുറത്തൊരു വീട് പോലെ കണ്ടായിരുന്നു, ഒരു ഇച്ചിരി സൗകര്യമുള്ള സ്ഥലം അത്ര സേഫ് അല്ല എന്ന് തോന്നി ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ട്. എന്തായാലും ഞങ്ങളൊന്ന് ഒരു വീടിനോട് ചേർന്ന് വല്ലതും കുക്ക് ചെയ്യാനുള്ള സംവിധാനം വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതാണ് യു പിയിലെ കാഴ്ചകൾ. വീടുകൾ, ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ, അത് റോഡ് കയറി മുകളിലോട്ട് പോകുന്നു. നമ്മൾ അതിൽ നിന്ന് സർവീസ് റോഡ് വഴി താഴോട്ട് ഇറങ്ങി ഒന്ന് യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തിരിച്ചാ പോകണ്ടേ. ഓരോരോ കച്ചിയും പശുവും പോത്തും കൃഷി സ്ഥലങ്ങളും. ഹനുമാന എന്ന് പറയുന്ന സ്ഥലം, ഹനുമാന. ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ഇത് നോക്കാം. മഹേഷ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ ഡിസ്ട്രിക്റ്റ് ആണെന്നതിന്. ഇതുണ്ട്, അവിടെ പൊത്തുകൾ മെയ്യുന്നു. സൈക്കിൾ വാല ജാരേ. ഇവിടുന്ന് ഞങ്ങൾ യൂട്ടേൺ എടുത്ത് തിരികെയാണ്. ജിയോയുടെ വാഷ്റൂം, ജിയോ ഇപ്പം റേറ്റ് കൂടുതലായതുകൊണ്ട് അവിടെ വലിയ തിരക്കില്ലല്ലോ. അപ്പം വാഷ്റൂം ഒക്കെ ഇച്ചിരി നീറ്റായിരിക്കും. നല്ല നീറ്റായിരുന്നു, നല്ല നീറ്റായിരുന്നു ടോയ്ലറ്റ്. ഹൈവേ സൈഡിലാണെങ്കിൽ ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളും വില വരുന്നിടത്ത് ചെറിയ വീടുകൾ ഇരിപ്പുണ്ട്. അത് സ്കൂളോ എന്തോ പബ്ലിക് സംഭവം തോന്നുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലോ മറ്റോ അല്ലേ നമ്മളൊരു വീടുകൾ പോലെ കണ്ടേ. കുറച്ചുകൂടെ മുമ്പോട്ട് വേണം. ജിയോടെ ഇത് പമ്പ് കഴിഞ്ഞിട്ടാ. ഓ, അവിടെ കണ്ടോ ഒരു ബായ് ഇങ്ങനെ ഇരിക്കുന്നേ. എന്താണോ പ്രായം ചെന്ന ഒരു ആ ലാൻഡിന്റെ ഒരു സെക്യൂരിറ്റി പോലെ അവിടെ എന്തോ വർക്കൊക്കെ. ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുണ്ട് അവിടെ. അതിൻ്റെ ഇപ്പുറത്ത് സൗകര്യം ഉണ്ടോ അതിന്? അവിടെ ഒരു പക്ഷെ വെള്ളമില്ലെന്ന് തോന്നുന്നു അല്ലേ. ഈ പമ്പ് മിക്കവാറും പമ്പുകളും ക്ലോസ്ഡാണ്. ഇവിടേക്ക് ഇനിയിപ്പോൾ വെള്ളം ചോദിച്ചാൽ വേറെ പ്രശ്നമാവും. വെള്ളത്തിന് അതുപോലെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണോ? ആ സ്ഥലം നൈതി ഖഥാരി ഇവിടെ അല്ലായിരുന്നു നമ്മൾ അല്ലേ? ഇവിടെ കുറച്ച് ആടും ഒക്കെ ആയിട്ട് ഒരു ചെറിയ വീടുകളുണ്ടെന്ന് തോന്നേ. അവരോടൊന്ന് പോയി ഞാൻ ചോദിച്ചിട്ട് വരാം. ഹായ്, അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞങ്ങൾ കുക്ക് ചെയ്യുക. നമ്മുടെ സ്പെഷ്യൽ കഞ്ഞിയൊക്കെ വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ഇപ്പം ഞങ്ങളുള്ള സ്ഥലം യു പിയിൽ ആദ്യത്തെ ഡിസ്ട്രിക്റ്റാണേ, നൈതി ഖഥാരി. ഇവിടെയാണ് സ്ഥലം. NH 135 ആണേ. വാരണാസിക്കുള്ള റോഡാണ്. അപ്പോൾ നല്ല രസകരമായൊരു സ്ഥലമാണ്. ഒരു കൃഷി സ്ഥലമാണ്. അവിടെ ചെറിയ കുറച്ച് വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒരു മാവും ഒക്കെ ആയിട്ട്. ഞങ്ങൾ കുക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പം പിന്നെ അവർ വളരെ വെൽക്കമായിരുന്നു. എല്ലാവരും വന്ന് ഇതിനകത്തുനിന്ന് വെള്ളം എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, അയ്യോ ആ വെള്ളം എടുക്കണ്ട, ഞങ്ങൾ വേറെ നല്ല വെള്ളം തരാമെന്നൊക്കെ പറഞ്ഞ് വെള്ളം കൊണ്ടു തന്നു. ഹായ്, ബായ്. നമ്മളെ കണ്ടപ്പോൾ അമ്മ ഓടി.
എല്ലാവരും സ്കൂളിലൊക്കെ പോകുന്നുണ്ട് പിള്ളേരെ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയാ. നമ്മുടെ ബീസ്റ്റിനെ കയറ്റി ഇവിടെ ഒതുക്കി. ഇപ്പം ഞങ്ങൾ വാരണാസി എത്തിക്കൊണ്ടിരിക്കുന്നു. സേലം, ബാംഗ്ലൂർ, അനന്ത്പൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, ജബൽപൂർ, റീച്ചിങ് ടു വാരണാസി. ഒരു 100 കിലോമീറ്ററും കൂടെ. വൈകുന്നേരം 6 മണി 7 മണി ആകുമ്പോൾ ചെല്ലും. അപ്പം നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് 2 days വി ആർ ഗോയിങ് ടു സ്പെൻഡ് ദെയർ. കാശിയിലൊക്കെ ഒന്ന് പോയി ബാങ്കൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ബീഹാർ പാട്നയാണ്. ഹാജി अभी आज वाराणसी है, आज वाराणसी, फिर बिहार में पटना, पटना, सिलीगुड़ी, वेस्ट बंगाल, दार्जिलिंग, वो सिक्किम जा रहा है, केरला से आ रहा है. पासिंग हुई हाँ अब आया. जी ओह अब क्या काम कर रहे हैं? एर्नाकुलम में. ओह हो वीडियो बना रहे हैं. मुश्किल नहीं है ना? एर्नाकुलम में आया. नाम क्या है आपका? है अरबाज खान. किसके लिए आया? क्या काम करते हैं? मैं उधर टायर पंचर का काम हाँ. कोഴിക്കോട് एर्नाकुलम में कौन सा जगह में था? कुछ ऐसे ही था. मेरे बैंक का है. हाँ नाम അർബാസ് ഖാൻ. ഇത് അർബാസ് ഖാൻ UP സ്വദേശിയാ. നമ്മുടെ എറണാകുളത്ത് പഞ്ചർ വർക്കുമായി ബന്ധപ്പെട്ട് അവിടെ ജോലിയൊക്കെ ആയിട്ട് എറണാകുളത്തുണ്ടായിരുന്നു. കോഴിക്കോട്. ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാമേ. ഓ एक ही फैमिली और हाँ एक ही फैमिली है. ജോയിന്റ് ഫാമിലി. എല്ലാവരും ജോയിന്റ് ഫാമിലിയാണ്. അപ്പം നല്ല സൗകര്യത്തിൽ ഞങ്ങൾക്ക് ഒരു കുക്കിംഗ് സ്പേസ് കിട്ടി. ഞങ്ങളുടെ ഹെൽപ്പിനൊക്കെ അവിടെ ആളുണ്ട്. ഹായ്. ഓക്കെ അപ്പം ഞങ്ങൾ കഞ്ഞിയിട്ടു. പെട്ടെന്നാവും കഞ്ഞി ആയി വെക്കുമ്പോൾ ഒരു കിടങ്ങാപ്പിടാം അല്ലേ. ഓ ഭയ്യ നാം ക്യാ ഹൈ ആപ്കാ? അലി ഖാൻ. ഓക്കെ ഒരു മുസ്ലിം ഫാമിലി ആയവര്. അലി ഖാൻ मेरा नाम सेबी है. सेबी. ഓ देखो हमारा इंस्टाग्राम यूट्यूब पूरा देखो, ഫോളോ करो. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം ഇതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഇവരുടെ ഈ ഗ്രാമക്കാഴ്ചകളും ആളുകളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഒരു വില്ലേജൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എവിടെ പോയാലും ഇവൻ ഞങ്ങൾ തായ്ലാൻഡൊക്കെ പോയ സമയത്താണെന്ന് പറഞ്ഞാൽ വില്ലേജ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇപ്പം തമിഴ്നാട് പോയാലും ശരി, എവിടെ നമ്മൾ പുറത്തോട്ട് പോയാലും നമ്മൾ പെട്ടെന്ന് പുറത്തൊന്നും വിചാരിക്കുന്നില്ല. അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫാമിലിയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ നല്ല ആൾക്കാർ. ഞങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം ഇതിന് പറയാം, വെള്ളം എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് തന്നു. ओके हम रेडी करेगा. हाँ वो ड्रोन आपका गांव पूरा देखा? अभी दिखाएगा. നമ്മൾ പിള്ളേരെയൊക്കെ നിർത്തി നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് ഫ്ലൈ ചെയ്ത് ഇവരുടെ നാടൊക്കെ ഒന്ന് അവരെ നല്ലപോലെ കാണിച്ചു കൊടുക്കാം. ऊपर दिखा क्या है? ऊपर दिखा. ऊपर ना दिखाई. नहीं दिख रहा है क्या? हाँ इधर मिलेगा, दिखाएगा. ओ अभी इधर लाइन नहीं है ना, पावर का लाइन कोई नहीं है ना? नहीं उधर साइड में है. ओ, साइड वाला. बहुत नीचे है. ओके ऊपर नहीं. बड़ा ऊपर को आवा. इतना गई है. अभी और क्या उधर जाई बनाओ. तो इधर आओ. छाए बड़का चावल काफी आवतला. ओके ऐसे उधर करिए तो उधर है. उस साइड करिए, उस साइड. वो मिलेगा. 1 मिनट है.
अभी जाएगा देखो है। हाँ इधर देखो वो हो जाएगा अभी। इसमें देखो ओ ये ट्रैक पूरा जाके ऑटोमेटिक ऑटोमेटिक शूटिंग करेगा अभी। इधर गो पीछे साइड गया अपने पीछे घर के पीछे से। ओ क्या वो देखेगा तो आंख में आएगा आँख नहीं। में आएगा। खेत में वो आग जलाए हुए हैं देखो उधर है। 30 मिनट के रेंज में हम उधर उधर चौड़ेगा है। टंकी आ जाएगी इधर पेट्रोल पंप और एक हाँ दुकान। आइए आराम। उसको बंद करवाइए क्या? ये देखो क्लीन है। कितना सुंदर है आपका जगह। हाँ वही तो बोल रहे थे। अब उधर से ऐसे राउंडिंग मोड़वा लीजिए। वो इतना दूर हम बैठा था ना। अभी हमारा घर में वापस आ रहा है। ये रोड है अपना main road। हाँ 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 यही है ना हमारा घर। देखो आ रहा है। हाँ बहुत ही सही। ये आ गया ये इधर। बहुत तेज लगा सर। और उधर हो जाओ तुम। ഇങ്ങോട്ടെ ചൂടായിരിക്കും ഭയങ്കര. എന്താ ഒരു ഇത് പോയായിരുന്നു മുഴുവൻ വിസിൽ ഇത് ആയിരുന്നോ? ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ട്. അജോ നാം കൈഫ് കൈഫ് ഖാൻ കൈഫ് ഖാൻ ഓ കൈസ് ഖാൻ ഇത് കൈഫ് ഖാൻ ഇത് കൈസ് ഖാൻ. ഞങ്ങൾ യു പിയിലാണ്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പരിപാടിയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല കുക്ക് ചെയ്യാനായിട്ടൊക്കെ നല്ല സൗകര്യത്തിലൊരു സ്ഥലം കിട്ടി. ഫാമിലിയാണ്, ഒരു ജോയിന്റ് ഫാമിലി എല്ലാവരും. മുഷ്കിൽ നെയ് ആജാവോ മുഷ്കിൽ നെയ്. അപ്പം ഞങ്ങളൊരു ആദ്യം ഒരു കടുങ്കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. खाना रेडी हो गया. എന്തേരായിട്ടെ ആ ഒരു ഗ്ലാസ്സോ? ഒരു ഗ്ലാസ് കുറച്ചും കൂടെ. കുറച്ചുകൂടെ കറക്റ്റ് 2 പേർക്കുള്ള കഞ്ഞി. അച്ചാറും ഭയങ്കര ചൂടാ. ഉണക്കി ഇടിയിറച്ചി. ഓരോ ഗ്ലാസ് കടുങ്കാപ്പിയുണ്ട്.
ഇന്ന് കഴിഞ്ഞ ദിവസത്തിനേക്കാൾ ഇച്ചിരി കൂടെ കംഫർട്ടായിരുന്നു അല്ലേ? പെട്ടെന്ന്. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടല്ലേ, അതെ, അതൊന്ന് അതെ. മാറി കഴിയുമ്പോ രണ്ടാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തു. ആദ്യത്തെ ദിവസം ഒരു കൺഫ്യൂഷനൊക്കെ മാറി. ഇപ്പോൾ കഞ്ഞി കുടിക്കട്ടെ. ഇന്നത്തെ ഫുഡൊക്കെ വെച്ച് കഴിച്ച് പോകാൻ നിൽക്കുകയാണ്. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ക്രിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്. എല്ലാവരും ഹൈദരാബാദ് ഫാൻസാണ് IPL. ഓക്കെ. RCB കോനെ RCB. ഇവരെല്ലാവരും ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇവരൊക്കെ മുംബൈയിലൊക്കെ ജോലി ചെയ്യുന്നു. ബാക്കി ഇവിടെ നെല്ല്, ഗോതമ്പ് ഒക്കെയാണ് ഇവിടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ. അതൊക്കെ ആയിട്ട് 8 മാസത്തോളം കൃഷിയുണ്ട്. ബാക്കി സമയത്തൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുക. അവരുടെ ഫാമിലി എല്ലാവരെയും ഒന്ന് കാണിക്കാവേ. ഞാൻ ഒരു ഫോട്ടോ എടുക്കാം. ഓ कितना साल है दोनों? वो हमारे चाचा, हाँ चाचा कितना साल है एज कितना? इनका होगा 75। ഓ ആ ഹാ ബൈട്ടോ ഇതാണ് അവരുടെ വീട്. ഇവരെല്ലാവരും UP ഒരു കൂട്ടുകുടുംബമാണ്. ഒരു ഹോള് പോലെ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നു. പിന്നെ റൂം പോലെയാണ് ഇവരുടെ വീടൊക്കെ. ഇതാണ് ഇവരുടെ ബാക്ക് സൈഡ് വീടിൻ്റെ. പുറത്താ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ. ഇതുണ്ട്. വെള്ളം ഇങ്ങനെ ഒരു മൊന്ത പോലെ കോൺക്രീറ്റിൻ്റെ ഒരു ഇതിനകത്ത് ഇങ്ങനെ ചില സമയങ്ങളിൽ വരുന്നത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിനൊക്കെ ഇച്ചിരി ക്ഷാമമുണ്ട്. അതുമല്ല അവരുടെ വീടൊക്കെയാണ്. ആട് വളർത്തലൊക്കെ ഉണ്ട്. എല്ലാം ഒരു ഫാമിലിയാണ്. കൂട്ടുകുടുംബമായിട്ടാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. ഹായ് ഹലോ. हाँ मैन मेंबर। ओ मेन मेंबर सबसे बड़ा आदमी है. कितना साल है एज वो बोला अभी? 75 ओ हो 75 75. ആ ഓക്കെ. 75 വയസ്സ്. ഇവരുടെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ആളാ. നാം ക്യാ ഹേ ബാബാ? ബൈഠോ. समीउल्लाह। സമയമുള്ള एक ഫോട്ടോ ലേക്കേക്കാ പൂര. അങ്ങനെ മിർസാപൂർ UP മിർസാപൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ. മിർസാപൂരിലാ മുന്നാബായ് MBBS ഷൂട്ട് ചെയ്തേന്ന് അവര് പറയുമായിരുന്നു. ഓ മുന്നാബായ് MBBS മിർസാപൂർ ഇവിടെ ഷൂട്ട് ചെയ്തത്. നല്ലൊരു ഫാമിലി കൂട്ടുകുടുംബമായിട്ടൊരു 4-5 വീടുകള്. അവര് 5 ബ്രദേഴ്സാ. 4 പെങ്ങന്മാരും ഉണ്ട്. അവരെ കെട്ടിച്ചു വിട്ടു. 5 പേര് ഇവിടെ അടുത്തടുത്താ. പക്ഷെ ഒരാള് മാത്രം മുംബൈയിലാണ് താമസിക്കുന്നത്. മാത്രം പുറത്ത്. ബാക്കി എല്ലാം 4 പേരും ഇവിടെ അടുത്തടുത്ത് വീടും വെച്ച്. അവരൊരു മാസത്തെ വെക്കേഷന് വന്നതാ. അവര് മുംബൈയിലേ ഉള്ളെന്ന് തോന്നുന്നു വെക്കേഷൻ. ബാക്കിയുള്ള മറ്റേ പയ്യനോട് ചോദിച്ചപ്പോ അവന് ക്ലാസ് ഉണ്ടെന്നാ പറഞ്ഞു. പിള്ളേർക്ക് എല്ലാരും കളിക്കാനൊക്കെ പോകാൻ തുടങ്ങി. ഇവിടുന്ന് ക്രിക്കറ്റ് ഫാൻസാ അവര്. ഭയങ്കര ക്രിക്കറ്റ് ഫാൻസാ. ഹൈദരാബാദും റോയൽ ചലഞ്ചേഴ്സും ഒക്കെ ആയിട്ട് ഫാൻസ്. കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരാളെ അറിയത്തുള്ളായിരുന്നു, സഞ്ജു സാംസണെ മാത്രം കേട്ടോ. എന്നാണേലും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ചൂട് അതികഠിനമായ ചൂട്. എന്നാലും അതൊന്നും നമ്മൾ അറിഞ്ഞേ ഇല്ല. പെട്ടെന്ന് ഈ AC-ക്കകത്തൊന്ന് കണ്ടിന്യൂസ് ഇരുന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ അത് കേട്ടങ്ങ് അഡ്ജസ്റ്റ് ആവും. ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ ഈ ചൂട് സഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടങ്ങ് യൂസ്ഡ് ആവും. ഇത് ഇവിടെ കണ്ടില്ല കമ്പിളിയൊക്കെ പോച്ച ആൾക്കാർ കിടക്കുന്ന സൈഡില്. ഫാൻ പോലും ഇല്ല അവരുടെ ആ ഹോളിനകത്ത്. ഇതുണ്ട് ഒരു വീട്. 2 പിള്ളേരൊക്കെ അവിടെ വന്ന് കളിക്കുന്നു. എനിക്ക് സോ നീണ്ട 120 കിലോമീറ്റർ ഡ്രൈവ് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ബൈ ഗോഡ് ഗ്രേസ് വാരണാസി എത്തുകയാണ്. ഞങ്ങൾ പോകുന്ന സിക്കിം വരെ പോകുന്നതിൽ ഇനി ഒരു മെയിൻ സ്പോട്ട് ഡാർജിലിംഗാ. പിന്നെ ഇപ്പോൾ ഉള്ള വാരണാസിയാ. വാരണാസി 2 days വി ആർ പ്ലാനിങ് ടു സ്റ്റേ ഓവർ ദേർ. ഏതാ ദീപകിന്റെ ഒക്കെ സ്ഥലം ഏതാ? സിലിഗുരി പോകുന്നുണ്ട്. അവിടെ നമ്മുടെ 2 കട്ട
അതെ, ചാൻസ് ഉണ്ട്. ചങ്സ് ഉണ്ട്. ദീപക്കും കുർഷിദ് അവരുടെ വീട്ടിൽ പോണം. സ്വപ്പൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവനെ വീട്ടിൽ പോയി പോക്കണം. ഫാമിലിയൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം. ദീപക്കും കുർഷിദും ഒക്കെ നമ്മൾ എപ്പോ വർക്ക് സ്റ്റാർട്ട് ചെയ്തോ, ഇപ്പൊ എന്നാ നമ്മള് വർക്ക് സ്റ്റാർട്ട് ചെയ്തോ, ഇവിടെ 1920 സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് നമ്മളോടുള്ള രണ്ടുപേരാണ്. നമ്മുടെ ഫാമിലി പോലാണ്. ഭയങ്കര നല്ല ആൾക്കാര് രണ്ടുപേര്. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ ലൈഫിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്നം കാണുന്ന പോലെ അല്ലേ. ഒരിക്കലും നമ്മൾ അൺഎക്സ്പെക്ടഡ് ആണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ. പെട്ടെന്ന് ഇവരെ പരിചയപ്പെടുമെന്നോ ഇത്രയും പേരെ കാണുമെന്നോ എല്ലാം വിചാരിച്ചു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഏതെങ്കിലും ഫാമിലി ആയിട്ടുള്ള വീടുകൾ കാണുവാണെങ്കിൽ അതിന്റെ സൈഡിൽ വെച്ച് കുക്ക് ചെയ്യാനൊക്കെ സൗകര്യം. അവരുടെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു പാത്രം വെള്ളം മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്, വേറെ ഒന്നുമില്ല ആ സ്പേസും. അതെ. വെള്ളത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എന്നിട്ട് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് എല്ലാം ഉപയോഗിച്ചതൊക്കെ. നല്ലൊരു എക്സ്പീരിയൻസ്. അതെ. സോ ഗൈസ്, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു സിക്കിം യാത്ര. ഇതാണ് മിർസാപൂർ തെരുവീതികളിലെ കാഴ്ചകൾ. ഹൈവേ ആണ്, NH135. ഗേസ്, അപ്പോൾ ഞങ്ങൾ വാരണാസി എത്തിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 30 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളൂ. സോ ലാസ്റ്റ് ടോൾ പ്ലാസയിലൊന്ന് നടത്തിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ ഡേ 7 എൻഡ് ചെയ്യുന്നു. നമ്മൾ ഇത് സ്ഥലം വാരണാസിയിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇനി നാളെ വാരണാസി ഡേയ്സ് ആണ്. സോറി, ഇന്ന് 8th ഡേ. 8th ഡേ 7th അല്ല 8th ഡേ. അവിടുന്ന് കുറെ ദിവസമായി വിട്ടിട്ട് അപ്പൊ ഡേ ഒന്നും അറിയില്ല. അതെ. അപ്പോൾ വാരണാസി ഡേയ്സ് ടുമോറോ. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിർസാപൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ടോൾ ഗേറ്റിലാണ്. ഹൈ ഗേസ്, അപ്പോൾ നോക്കൂ, ഇതിനകത്ത് കാണാൻ തോന്നുന്നു ഗൂഗിൾ മാപ്പിൽ നമ്മൾ ഗംഗാ നദിയുടെ ക്രോസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സാണ് ഈ പാലത്തിൻ്റെ നീളം. ഇതുണ്ടോ, ഗൂഗിൾ മാപ്പിൽ കാണാം ഗംഗ. യെസ് ഗേസ്, ഗംഗയുടെ കുറുകെയാണ് നമ്മൾ ഫൈനലി ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗംഗയുടെ കുറുകെയുള്ള ബ്രിഡ്ജാണിത്. നദിയാണ് താഴെ. യെസ്, അങ്ങനെ വാരണാസി ടൗൺ എത്തിയിരിക്കുകയാണ്. ഹായ് ഗേസ്, ഇതുണ്ടോ, ഇപ്പം നമുക്ക് വീഡിയോ പിടിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഇതാണ്. നമ്മുടെ വാരണാസിയിലാണ്. വാരണാസി വന്നിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മുടെ അക്കോമഡേഷൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ടെമ്പിൾ ഏരിയയിലൊന്നും വന്ന് വണ്ടി വരരുത്. വണ്ടി അനങ്ങുന്നില്ല, പക്ഷെ ഗൂഗിൾ മാപ്പ് കാണിക്കും. നമ്മളതൊന്നും നോക്കരുത്, വളരെ സൂക്ഷിക്കുക. ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ട്രാഫിക്കിനകത്ത് പെട്ട് തിരിച്ച് വണ്ടി തിരിക്കാനും മേല ഇറങ്ങാനും മേല. ഔറംഗാബാദ് എന്നല്ലേ പറഞ്ഞേ? ഔറംഗാബാദ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തെ ട്രാഫിക്കാണ്. ആ റോഡിന് വീതിയില്ല, ആൾക്കാര് ബൈക്ക് നമ്മളെ പോലെ ഒരു വലിയ വണ്ടി ഇതിനകത്തൂടെ പോകുന്നതില്ല. കാരണം ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. നമ്മളെപ്പോലെ ദൂരെ നിന്ന് വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൂരെ നിന്ന് വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വാരണാസിയൊക്കെ വന്നിട്ട് പെട്ടു പോകാതിരിക്കുക. അവിടെ ലഭിച്ച ട്രാഫിക് കുറഞ്ഞു. ഇതാണ് നമ്മുടെ രാഘവ് വില്ലാസ്. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. 2435 കിലോമീറ്റേഴ്സ്. ഓൾമോസ്റ്റ് 1000 കിലോമീറ്റേഴ്സ് മോർ ടു റീച്ച് സിക്കിം. താങ്ക് യു.